പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇനി ഞാൻ തയ്യാറാക്കാൻ പോകുന്ന ചക്കക്കുരു ഇറച്ചിക്കറിയാണ് വെക്കാൻ പോകുന്നത്. ഞാനൊരു 15 ചക്കക്കുരു നമുക്ക് ഇറച്ചിക്കറി വെക്കാനായിട്ട് അടുപ്പ് ഞാൻ ചുരണ്ടി രണ്ടായിട്ട് മുറിച്ച് അടുപ്പ് വെച്ചിട്ടുണ്ട്. ഉപ്പും മഞ്ഞളും കൂടി ഇട്ട് കൊടുത്ത് നല്ലതായിട്ട് വേകട്ടെ. ഉപ്പും മഞ്ഞളും കൂടി ഇട്ട് കൊടുക്കാം. ഉപ്പും മഞ്ഞളും ഇട്ട് ഇനി ചക്കക്കുരു നല്ലതായിട്ട് വേകട്ടാകുമ്പോൾ മൂടി വെച്ച് വേവിക്കാം. ചക്കക്കുരു വേകുമ്പോഴത്തേന് നമുക്ക് തേങ്ങ ഒന്ന് വറുത്തെടുക്കാം. ഞാൻ ഒരു മുറി തേങ്ങയാണ് എടുത്തേക്കുന്നത് വറക്കാനായിട്ട്. നല്ല ബ്രൗൺ കളറായിട്ടുണ്ട് തേങ്ങ. ഇനി നമുക്ക് മുളക് പൊടി, മല്ലിപ്പൊടി, ഗരം മസാല എല്ലാം ഇട്ട് കൊടുക്കാം. ഒരു സ്പൂണ് മുളക് പൊടി, എരിയുള്ള മുളകാണ്. ഗരം മസാലപ്പൊടി ഒരു സ്പൂണ്. ഇത് നല്ലതായിട്ടൊന്ന് ചൂടാക്കി തീ നമുക്ക് നല്ലതായിട്ട് വെന്ത് ഞാൻ ഉടച്ചെടുത്തിട്ടുണ്ട്. ഞാൻ തേങ്ങ നല്ലതായിട്ട് അരച്ച് എടുത്ത് വെച്ചേക്കുവാണ്. അത് ഞാൻ ചേർക്കാം. കുറച്ച് വെള്ളം കൂടെ നമുക്ക് ഒഴിച്ച് നല്ലതായിട്ട് നമുക്ക് ചൂടാക്കിയിട്ട് കടുക് താളിച്ചൊഴിക്കും. നല്ല മണമൊക്കെ വരുന്നുണ്ട്. നമുക്കിനി കടുക് താളിച്ചൊഴിച്ചാൽ മതി. അവിടെ ഞാൻ തീ അങ്ങ് ഓഫ് ചെയ്യുക. എല്ലാം നല്ലതായിട്ട് മൂത്തിട്ടുണ്ട്. എനിക്ക് വത്തലമുളക് ഇല്ലാഞ്ഞുകൊണ്ട് ഞാൻ വത്തലമുളക് ഇട്ടില്ല. വത്തലമുളക് ഉണ്ടെങ്കിൽ 2 വത്തലമുളകും കൂടി ഇട്ട് കടുക് വറുത്താൽ നല്ല രുചിയായിരിക്കും. പിന്നെ ഇതിനകത്തൊക്കെ വെളുത്തുള്ളില്ല. ചക്കക്കുരു ഇറച്ചിക്കറി റെഡി ആയിട്ടുണ്ട്.